ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഖാദർ കരിപ്പൊടി. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ്. പബ്ലിക് കേരള എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ നമ്മൾ പലതരം കേസുകളെ പറ്റിയും ഇദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ട് തന്നെ നമ്മൾ അറിയുകയും അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ കാത്തിരുന്ന ആൾക്കാരിൽ ഒരാൾ തന്നെയാണ് ഞാനും. വളരെയധികം ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഖാദർ. എന്നാൽ ഈ ഒരു വിഷയത്തിൽ എനിക്ക് വളരെയധികം വിഷമം തോന്നി. എന്ത് തന്നെയായാലും ഒരാളുടെ വിഷമഘട്ടത്തിൽ സഹായിക്കുന്നത് പോലെയുള്ള ഒരു വീഡിയോ തന്നെയാണ് ചെയ്തിട്ടുണ്ടത്. എങ്കിൽ പോലും എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു തകരാറുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ലോട്ടറി സ്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക. 1000 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുക്കുക. കിട്ടിക്കഴിഞ്ഞാൽ 58 സമ്മാനം. 1000 രൂപയ്ക്ക് ഒരു ലോട്ടറി എല്ലാവരും എടുത്ത് സഹായിക്കുക. അതിൽ 58 പേർക്ക് സമ്മാനങ്ങൾ ലഭിക്കും. അതിലൊരാൾക്ക് ഈ വീട് സ്വന്തമാക്കാം. അതിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു വയ്യാതിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ബിസിനസ്സിൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഹെൽത്തിൽ ഇഷ്യൂ ഉള്ള ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കും വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഇതിലൊരു പറ്റിക്കൽ പരിപാടി ഇല്ലേ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇങ്ങനെ ഈ ലോട്ടറി സ്കാം പരിപാടികൾ ചെയ്യുന്ന ഒരുപാട് വ്ളോഗേഴ്സിനെ നമുക്ക് ഈ ഒരു യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഖാദർ കരിപ്പൊടിയെ പറ്റി ഇങ്ങനൊരു ജോണറിലുള്ള ഒരു വീഡിയോയിലേക്ക് എത്തും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്ന് തന്നെയല്ല, ആ ഒരു വീഡിയോയുടെ കമൻറ്റുകളിൽ വളരെയധികം നന്മ മരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. 1000 രൂപയുടെ ലോട്ടറി എടുത്ത് ആ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ ആ വീട് അദ്ദേഹത്തിന് തന്നെ കൊടുക്കാമെന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടു കേട്ടോ. സന്തോഷം തോന്നുന്നു. ഒരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ എന്നുള്ള ചിന്ത ശരിയാണ്, നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതേ ഒരു ലൈഫിലൂടെ കടന്നു പോകുന്ന പലരും ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടുന്ന 1000 രൂപ കൊടുത്ത് ഒരു ലോട്ടറി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ പങ്കെടുക്കുമ്പോൾ, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ മനസ്സിലും ഉണ്ടാവും അല്ലേ, കുറച്ച് പേരെങ്കിലും എന്തെങ്കിലും ഒരു പ്രതീക്ഷിച്ച് തന്നെ ആയിരിക്കും ഇതിലേക്ക് എത്തുക. ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു മിസ്സിങ് തോന്നുന്നതിൻ്റെ കാരണം എന്ത് തന്നെയാണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റുകൾ തന്നെയാണ്. ഒരുപാട് നന്മ മരങ്ങളെ കാണാമെന്ന് പറഞ്ഞല്ലോ. ആദ്യഘട്ടങ്ങളിൽ ചില നെഗറ്റീവ് കമൻറ്റുകളൊക്കെ കണ്ടിരുന്നു. എന്നാൽ അതൊക്കെ ഡിലീറ്റ് ആക്കപ്പെട്ട പോലെ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് വീണ്ടും കാണാൻ സാധിക്കാത്ത പോലെ അവർ റിമൂവ് ചെയ്തതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിലൊരു നെഗറ്റീവ് തോന്നിയത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.